My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 247 എപ്പിസോഡിൽ കാലിഫോസ്ഫോറിക്കം എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡിലും കാലിഫോസിൻ്റെ വളരെ ശ്രദ്ധേയമായ മെൻ്റൽ സിംറ്റംസാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനുശേഷം ഒരു 2 ആഴ്ചത്തെ ഒരു ഇടവേളയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചതുപോലെ ജിം കോർബറ്റിൻ്റെ ജീവചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട യാത്രയായിരുന്നു. ഈ യാത്രയിലും പലപ്പോഴും ഹോമിയോപ്പതി മനസ്സിലേക്ക് വരും. അതിനൊരു കാരണം ജിം കോർബറ്റിൻ്റെ ജീവിതമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട കുമയോൺ കുന്നുകൾ, നൈനിറ്റാള്, രുദ്രപ്രയാഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളമായി കാട്ടിൽ കാണുന്ന റോഡോഡെൻഡ്രോൺ വൃക്ഷം ഹോമിയോപ്പതിയിലൊരു ഔഷധമാണ്. എനിക്ക് ഹോമിയോപ്പതിയുമായിട്ട് ബന്ധമുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് ഇതിനു മുൻപ് മെയിൽ നടത്തിയ യാത്രയിലാണ് എൻ്റെ ഗൈഡ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. തവണത്തെ യാത്രയിലും ധാരാളമായി ആ വൃക്ഷം കാണാൻ സാധിച്ചു. അതുകൂടാതെ ഈ ബീഡി ഇല അത് ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ധാരാളം. മറ്റൊന്ന്, പല സ്ഥലങ്ങളിലും കണ്ട ഒരു തരം കാട്ടിയടി. ഞാൻ ചില സ്ഥലങ്ങളിൽ കാടിങ്ങനെ വകഞ്ഞു മാറ്റാൻ കൈകൊണ്ട് വകഞ്ഞു മാറ്റിയ സമയത്ത് ഒരു ഇലയിൽ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ കുത്തുന്ന പോലെ വേദന, തേനീച്ചയോ പഴുതാരയൊക്കെ കുത്തുമ്പോഴുള്ള വേദന. എന്നിട്ട് അവിടെ ചെറുതായിട്ട് തടിച്ചു വരും. 4-5 മണിക്കൂറോളം അതിൻ്റെ വേദന നിലനിന്നിരുന്നു. വാസ്തവത്തിൽ അതൊക്കെ ഹോമിയോപ്പതിയിൽ ഔഷധമായി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന സാധനങ്ങളാണ്. പലപ്പോഴും ഞാൻ ഇത് ഹോമിയോപ്പതി ലിറ്ററേച്ചർ വായിച്ചു തുടങ്ങിയ കാലം മുതലേ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ഒരു തനതായ ഒരു മെറ്റീരിയ മെഡിക്ക ശരിയായ രീതിയിൽ വികസിച്ച് വരാനുള്ള വലിയൊരു സാധ്യത. പലപ്പോഴും ഇന്ത്യൻ മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞ് പലതുമൊക്കെ ഉണ്ട്. പക്ഷേ അവയിൽ എത്രത്തോളം വേണ്ട രീതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മളുടെ ഔഷധ സസ്യങ്ങളെയും ഇതേപോലെ വിഷസസ്യങ്ങളെയൊക്കെ എത്രത്തോളം നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങളുണ്ട്. സാമുൽ ഹെനിമാനും അദ്ദേഹത്തിൻ്റെ ഓണറി ടീമുമൊക്കെ ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ നമ്മളെ മെറ്റീരിയ മെഡിക്ക എത്രമാത്രം വികസിക്കുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ യാത്രയിലും അങ്ങനത്തെ ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നു. ഇവിടെ ഈ നമ്മൾ 3-ാം ഭാഗത്ത് നമ്മൾ പർട്ടിക്കുലർ സിംറ്റംസാണ് തലയുമായിട്ട് ബന്ധപ്പെട്ടത്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ പല ലക്ഷണങ്ങളും, അനീമിക് നെർവ് കണ്ടീഷൻ, അതിനേക്കാൾ വളരെ മറ്റ് പല ഔഷധങ്ങളിലുമൊക്കെ സാധാരണ കാണാത്ത പല അവസ്ഥകളും കാലിഫോസ് നമുക്ക് കാണാം. നമുക്ക് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ദ ഹെഡ് ഈസ് കോൾഡ് ആൻഡ് സെൻസിറ്റീവ് ടു കോൾഡ് എയർ. തല തണുത്തിരിക്കുന്നു. തണുത്ത വായുവിനോട്, വായുപ്രവാഹത്തോട് അത് വളരെ സംവേദനക്ഷമമാണ്. കഞ്ചഷൻ, ഫുൾനെസ് ഓഫ് ദ ഹെഡ് ഫെൽറ്റ് ഓൺ കഫിങ്. ചുമക്കുന്ന സമയത്ത് തലയുടെ ആ തല നിറഞ്ഞിരിക്കുന്ന, തിങ്ങിയിരിക്കുന്നൊരവസ്ഥ അനുഭവപ്പെടും. ചുമക്കുമ്പോൾ അത് അനുഭവപ്പെടും. ഹീറ്റ് ഇൻ ഹെഡ് ഈവനിങ്, ഫ്ലഷസ് ഓഫ് ഹീറ്റ് ഇൻ ദ ഫോർ ഹെഡ്. സായാഹ്നത്തിൽ, സന്ധ്യസമയത്ത് തലയിൽ ചൂട്, നെറ്റിയിൽ, ഫോർഹെഡിൽ ചുട്ടുനീറ്റൽ പോലെയുള്ള അനുഭവം. ദ ഹെഡ് ഇൻക്ലൈൻസ് ടു ഫോൾ ഫോർവേഡ്. തല മുന്നോട്ട് വീഴാൻ പോകുന്ന പോലെ, പുറക്കം നോക്കിയൊക്കെ വീഴുന്ന പോലെ അങ്ങനെ വീഴുമോ എന്നുള്ളൊരു ശങ്ക, അതിനുള്ളൊരു പ്രവണത. ടെൻഷൻ ഓൺ സ്കാൽപ്പ്. തലയോട്ടിയിലൊരു വലിഞ്ഞു മുറുകൽ. ഹെവിനെസ് ഓഫ് ദ ഹെഡ് മോർണിംഗ് ഓൺ റൈസിങ്. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തല ആകെ ഭാരമുള്ളതായിട്ടിരിക്കുന്നു. ഇൻ ഫോർഹെഡ് ആൻഡ് ഓക്സിപ്യൂട്ട്. ദിസ് ഹാസ് ബീൻ എ യൂസ്ഫുൾ റെമഡി ഇൻ ഹൈഡ്രോസെഫാലസ് ആൻഡ് മെനി ബ്രെയിൻ അഫക്ഷൻസ് വെൻ അസോസിയേറ്റഡ് വിത്ത് പ്യൂട്രിഡ് ഡയറിയ. സവിശേഷമായൊരു ലക്ഷണമാണ്. ദുർഗന്ധമുണ്ടാക്കുന്ന, ക്രാംസൊക്കെ ഉണ്ടാക്കുന്ന, വയറിളക്കവുമായി ചേർന്ന് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ലക്ഷണം കൂടി ചേർന്ന് വരുന്ന തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് തലയിൽ നീരുകെട്ടൽ, ഹൈഡ്രോസെഫാലസ് ഉണ്ടാകുകയാണെങ്കിൽ കാലിഫോസ് നല്ലൊരു ഉപയോഗപ്രദമായൊരു ഔഷധമാണ്. അത് മാത്രമാണെന്ന് പറയുന്നില്ല, മറ്റു പല ഔഷധങ്ങളുണ്ട്. ഒരു ഔഷധം ഇതാണ്. ഇച്ചിങ് ഓഫ് ദ സ്കാൽപ്പ് മോർണിംഗ് ഓൺ വേക്കിംഗ്, ഇൻ ദ നൈറ്റ് ഇൻ ബെഡ്, അഗ്രവേറ്റഡ് 3 to 5 AM. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, രാത്രിയിൽ കിടക്കുന്ന സമയത്ത്, പുലർച്ചെ 3-നും 5-നും ഒക്കെ ഇടയ്ക്ക് തലയോട്ടിയിൽ വല്ലാത്ത ചൊറിച്ചിൽ. പെയിൻ ആഫ്റ്റർനൂൺ, ഈവനിങ് ആൻഡ് നൈറ്റ്. ഉച്ച കഴിഞ്ഞിട്ട്, സായാഹ്നത്തിൽ, രാത്രിയിലൊക്കെ, രാത്രി നൈറ്റ് എന്നുള്ളതാണ് ഇറ്റാലിക്സ് അവിടെ ഇരിക്കുന്നത്. തലയിൽ വേദന. വേഴ്സ് ഇൻ വെരി കോൾഡ് എയർ. തണുപ്പടിക്കാൻ നേരത്ത് ഈ വേദന വർദ്ധിക്കും.
ബട്ട് അമീൽറൈറ്റ് ഇൻ ഓപ്പൺ ഫ്രഷ് എയർ, തുറസായ നല്ല വായുവിൽ, ശുദ്ധവായുവിൽ അതിന് ശമനമുണ്ട്. പക്ഷേ അങ്ങനെ നടന്ന് തണുപ്പ് കൂടിയ വെരി കോൾഡ് എയർ എന്ന് പറയുന്നത്, വല്ലാതെ തണുപ്പായി കഴിഞ്ഞാൽ അത് വേദന വർദ്ധിക്കുകയും ചെയ്യും. ഷീ മസ്റ്റ് ലെറ്റ് ദ ഹെയർ ഹാങ് ഡൗൺ. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, മുടി കെട്ടിവെക്കാൻ പറ്റില്ല സ്ത്രീക്ക്, അല്ലെങ്കിൽ മുടി നീട്ടി വളർന്ന പുരുഷന്മാർക്കും. അത് അഴിച്ചിടണം. കെട്ടിവെച്ച് കഴിഞ്ഞാൽ പ്രയാസം. ദ ഹെഡ് ഏക്ക് കംസ് വിത്ത് കൊറൈസ കംസ് ഫ്രം ടേക്കിംഗ് കോൾഡ്. ജലദോഷമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് തലവേദന വരുന്നു. തണുപ്പടിക്കുന്നതുകൊണ്ട് ജലദോഷവും തലവേദനയും വരുന്നു. ദ പെയിൻ ഇസ് വേഴ്സ് ഓൺ കോഫിംഗ് ആൻഡ് അമീൽറൈറ്റ് ബൈ ഈറ്റിംഗ്, അഗ്രിവേറ്റ് ഫ്രം ബിക്കമിങ് ഓവർ ഹീറ്റഡ്, ഫ്രം ഡിസോർഡറിങ് ദ സ്റ്റൊമക്ക്, ഫ്രം എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഫ്രം ഫിസിക്കൽ എക്സർഷൻ. അപ്പോൾ ഈ തലയിലെ വേദന, തലയോട്ടിയിലേക്കുള്ള വേദന ചുമക്കുമ്പോൾ വല്ലാതെ വർദ്ധിക്കും. ആഹാരം കഴിക്കുന്നതുകൊണ്ട് അതിന് ശമനമുണ്ടാകും. വല്ലാതെ ചൂടായാൽ വർദ്ധിക്കും. വയറ് ദഹനവും മറ്റുമൊക്കെ കുഴപ്പത്തിലായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകും. ഒരു ഉത്തേജനം, ഒരു ഭയമോ ഞെട്ടലോ വേദനയോ പ്രയാസമോ ഉത്തേജിതാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുകൊണ്ടും ഉണ്ടാകും. കായികമായ അധ്വാനം കൊണ്ടും ഉണ്ടാകും. വെയിറ്റിംഗ് എക്സിക്യൂട്ട് വിത്ത് എക്സോഷൻ, മസ്റ്റ് ലൈ ഡൗൺ ആൻഡ് ഷൻ ദ ലൈറ്റ്, ലൈങ് ഓൺ ബാക്ക് അമീൽറൈറ്റ്സ്. കിടക്കാൻ നിർബന്ധിതമായി തീരും. പ്രകാശം വേണ്ടെന്ന് വയ്ക്കണം. കണ്ണടച്ചോ ലൈറ്റ് ഓഫ് ചെയ്തോ പ്രകാശം വരുന്ന പാതകളൊക്കെ അടച്ചോ ഒക്കെ അതിൽ നിന്ന് രക്ഷ നേടേണ്ടി വരും. മലർന്ന് കിടന്നു കഴിഞ്ഞാൽ അതിന് ശമനം ഉണ്ടാകും. അഗ്രിവേറ്റ് ഫ്രം ജാറിങ് ആൻഡ് സ്റ്റെപ്പിംഗ്, ശരീരത്തിന് കുലുക്കമുണ്ടായാലോ മുകളിലേക്ക് ചവിട്ടടിയിൽ കയറിയാലോ അതിന് വർധന ഉണ്ടാവും. അഗ്രിവേറ്റ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, ആർത്തവത്തിന് മുൻപും ആർത്തവ സമയത്തും വർദ്ധിക്കും. ദ ഹെഡ് ഏക്സ് ഫ്രം മെൻ്റൽ വർക്ക് ഇൻ സ്റ്റുഡൻസ്, ബ്രെയിൻ ഫാഗ് ഫ്രം ഓവർ വർക്ക് ആർ ക്യൂർ ബൈ ദിസ് റെമഡി. കാലിഫോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ്. വിശേഷിച്ചും ബയോകെമിക് ഫോമിൽ ഇത് ഓവർ വർക്കിന്, ബ്രെയിൻ ഫാഗിനൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ഔഷധമാണ്. പൊട്ടൻസി അതിൻ്റെ ടോട്ടാലിറ്റി നോക്കിയിട്ട് ഉപയോഗിക്കാവും. അപ്പോൾ മാനസികമായ അധ്വാനം കൊണ്ട് തലവേദന, അതും വിദ്യാർത്ഥികളിൽ മാനസിക അധ്വാനം, പഠനം, ചിന്ത മറ്റുമൊക്കെ. അമിതമായ അധ്വാനം ഉണ്ടാകുന്ന ബ്രെയിൻ ഫാഗ്, അത് ഈ ഔഷധം കൊണ്ട് ശമിക്കും. ഉണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വെൻ ദ സിംറ്റംസ് എഗ്രി, ലക്ഷണങ്ങൾ യോജിക്കുന്ന സമയത്ത്. പൊട്ടൻസി ഉപയോഗിക്കുമ്പോൾ ആ തരത്തിൽ അതിൻ്റെ ഒരു സമഗ്രതയോട് കൂടി മാത്രമേ ഉപയോഗിക്കാവൂ. നെർവസ് ഹെഡേക്ക് ഡ്യൂറിങ് മെൻസസ്, ആർത്തവ സമയത്ത് നാഡീസംബന്ധമായ തലവേദന. പാരോക്സിമൽ ഹെഡേക്സ്, ഇടവിട്ട് വരുന്ന തലവേദന. ദ പെയിൻ ഇൻ ഹെഡ് ആർ അമീൽറൈറ്റ് ബൈ ജെന്റിൽ മോഷൻ, അഗ്രിവേറ്റ് ഫ്രം നോയിസ്, റൈഡിങ് ഇൻ എ carriage ആഫ്റ്റർ സ്ലീപ്പ്, സ്നീസിങ്, സ്റ്റെപ്പിംഗ്, സ്റ്റൂപ്പിംഗ്, ടച്ച്, പ്രഷർ, വാക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ തലയിലെ വേദനകൾ വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. പക്ഷെ ശമിക്കാൻ ഉള്ളൊരു കാരണമേ ഉള്ളൂ, സാവകാശം മന്ദമായി ഇങ്ങനെ നടക്കുക. ജെന്റിൽ മോഷൻ കൊണ്ട് ശമനം ഉണ്ടാകും. പക്ഷേ ശബ്ദം കൊണ്ട്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട്, ഉറക്കത്തിന് ശേഷം, തുമ്മുമ്പോൾ, പടി കയറുമ്പോൾ, മുന്നോട്ടായുമ്പോൾ, സ്പർശനം കൊണ്ട്, സമ്മർദ്ദം കൊണ്ട്, നടക്കുമ്പോൾ, എഴുതുമ്പോഴൊക്കെ ഈ വേദന വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഹെഡേക്ക് കംസ് ഫ്രം ഐ സ്ട്രെയിൻ ആൻഡ് ഇൻ അമീൽറൈറ്റ് ബൈ റാപ്പിംഗ് ഓഫ് ദ ഹെഡ്. കണ്ണിന് അധ്വാനം വരുന്നതുകൊണ്ട്, കാഴ്ച കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ഒക്കെ അങ്ങനെ അധ്വാനം വരുമ്പോൾ തലവേദന വരും. അത് തല ചുറ്റിക്കെട്ടുമ്പോൾ അതിന് ശമനമുണ്ട്. വയലന്റ് പൾസേറ്റിംഗ് പെയിൻസ്, വല്ലാതെയുള്ള ഇങ്ങനെ വിങ്ങുന്ന പോലുള്ള വല്ലാത്ത രൂക്ഷമായ വേദന. പെയിൻ ഇൻ ഫോർഹെഡ് ബിഫോർ മെൻസസ്, ആർത്തവത്തിന് മുമ്പ് നെറ്റിയിലെ വേദന. എബോവ് ദ ഐസ് എക്സ്റ്റെൻഡ് ഇൻടു ഒക്സിപ്യൂട്ട്, കണ്ണിൻ്റെ മേലെ തുടങ്ങിയിട്ട് ചെന്നിയിലേക്ക് നീളുന്ന തരത്തിലുള്ള വേദന. അക്രോസ് ഫോർഹെഡ് ഇൻടു ബോത്ത് ടെമ്പിൾസ്, നെറ്റിക്ക് കുറുകെ രണ്ട് ടെമ്പിൾസിനും ഇടയിലായിട്ട് വേദന. പെയിൻ ഒക്സിപ്യൂട്ട് ലാസ്റ്റിംഗ് ഓൾ നൈറ്റ്, ആർത്തവത്തിന് മുൻപുള്ള വേദന. അത് കണ്ണിൻ്റെ മേലേന്ന് തുടങ്ങിയിട്ട് തലയുടെ പിൻഭാഗം കുഞ്ചി വരെ നീളും. നെറ്റിക്ക് കുറുകെ രണ്ട് ചെന്നികൾക്കും ഇടയിൽ വേദന. പെയിൻ ഒക്സിപ്യൂട്ട് ലാസ്റ്റിംഗ് ഓൾ നൈറ്റ്, രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന തലയുടെ പിൻഭാഗത്ത് കുഞ്ചിയുടെ ഭാഗത്തുള്ള വേദന. ഫ്രീക്വൻറ്റ് വേക്കിംഗ് വിത്ത് പെയിൻ ഓൺ റൈസിങ്, അപ്പോൾ ഇടക്കിടക്ക് എഴുന്നേൽക്കുമ്പോഴൊക്കെ
വേദനയുണ്ടാവും. വേക്കൻസ് വിത്ത് പെയിൻ ഇൻ ഒക്സിപ്യൂട്ട് ആൻഡ് ലോയിൻസ് അമീൽ ലൈനിങ് ഓൺ ബാക്ക്. അപ്പോൾ ഈ കുഞ്ചിയുടെ ഭാഗത്തും അല്ല തലയുടെ പിൻഭാഗത്തും അരക്കെട്ടിലൊക്കെ ഉള്ള വേദന ഇങ്ങനെ മലർന്ന് പിൻഭാഗത്ത് കൊണ്ട് മലർന്ന് കിടക്കുമ്പോൾ അതിന് ശമനമുണ്ട്. പാസസ് ഓഫ് ആഫ്റ്റർ റൈസിങ്, ഉടനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതങ്ങനെ മാറിപ്പോകും. പെയിൻ ഒക്സിപ്യൂട്ട് ആസ് ഇഫ് ഹെയർ വെയർ പുൾഡ്. ഉണ്ടോ, ഇതാണ് നമ്മുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. തലമുടി പിടിച്ച് വലിക്കുന്ന പോലെ തലയുടെ പിൻഭാഗത്ത് കുഞ്ചിയുടെ ഭാഗത്ത് വേദന. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? മസ്റ്റ് ലെറ്റ് ഹെയർ ഹാങ് ഡൗൺ, മുടി അഴിച്ച് തൂക്കിയിടണം. വയലന്റ് ഹെഡ് ഏക്ക് ഇൻ സൈഡ്സ് ഓഫ് ഹെഡ്, തലയുടെ വശങ്ങളിൽ വല്ലാതെ വേദന. സൈഡ്സ് ഓഫ് ഹെഡ് എന്നുള്ളത് ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ന്യൂറാൾജിയ ഓഫ് ലെഫ്റ്റ് മാസ്റ്റോയിഡ് പ്രോസസ്. ന്യൂറാൾജിയ ഓഫ് ലെഫ്റ്റ് മാസ്റ്റോയിഡ് പ്രോസസ് അഗ്രവേറ്റ് ബൈ മോഷൻ ആൻഡ് ഇൻ ഓപ്പൺ എയർ. ഈ തലയുടെ വശത്തുള്ള ആ അസ്ഥി മാസ്റ്റോയിഡ് പ്രോസസ്, അതിൻ്റെ ഇടത് ഭാഗത്തുള്ള ആ അസ്ഥിയിൽ നാഡീസംബന്ധമായ വേദന. അഗ്രവേറ്റ് ബൈ മോഷൻ ആൻഡ് ഇൻ ഓപ്പൺ എയർ, അത് ചലനം കൊണ്ട് വർദ്ധിക്കും, തുറസായ വായിലും വർദ്ധിക്കും. പെയിൻ ഇൻ ടെമ്പിൾസ്, ചെന്നിയുടെ ഭാഗത്ത് വേദന. ദ പെയിൻസ് ആർ ഏക്കിംഗ്, ബോറിംഗ്, ബേണിംഗ്. വേദനകൾ സാധാരണ വേദന, കുത്തി തുളയ്ക്കുന്ന പോലുള്ള വേദന, പൊള്ളുന്ന പോലുള്ള വേദന. ബേണിംഗ് ഇൻ ഫോർഹെഡ് ഡ്യൂറിങ് സ്റ്റൂൾ, മലശോധന സമയത്ത് നെറ്റിയിൽ പൊള്ളുന്ന പോലുള്ള വേദന. ബേസ്റ്റിംഗ് ഇൻ ഫോർഹെഡ്, നെറ്റി പൊട്ടിത്തെറിക്കുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വേദന. ഡ്രോയിങ് ഇൻ ഫോർഹെഡ്, സൈഡ്സ് ഓഫ് ഹെഡ് ആർ ആൻഡ് വേർട്ടക്സ്, നെറ്റിയിൽ, തലയുടെ ഉച്ചിയിൽ, തലയുടെ വശങ്ങളിലൊക്കെ വല്ലാതെ വലിച്ചു കീറുന്ന പോലുള്ള വേദന. ജേർക്കിംഗ് പെയിൻ, പ്രസ്സിംഗ് പെയിൻ, വല്ല കുലുങ്ങുമ്പോഴുള്ള ആളായിട്ടായ കുലുക്കുന്നതിനുള്ള വേദന, ഞെക്കുന്ന പോലുള്ള വേദന. ഈ പറഞ്ഞ എല്ലാത്തരം വേദനയും പൊള്ളലും ഒക്കെ ഉണ്ടെന്നർത്ഥം. ഫോർ എ രാസ് ദോ ബോർഡ് അമീലേഡ് ബൈ ഈറ്റിംഗ്. അപ്പോൾ നെറ്റിയുടെ മുൻഭാഗം അവിടെ തുളച്ച് കയറ്റുന്ന പോലുള്ള, കമ്പി തുളച്ച് കയറ്റുന്ന പോലുള്ള വേദന, അത് ആഹാരം കഴിക്കുന്നതുകൊണ്ട് അതിന് ശമനമുണ്ട്. പ്രസ്സിംഗ് ഔട്ട്വേർഡ് ഇൻ ഫോർഹെഡ് ഓർ റൈസ് ആസ് ഇഫ് ബ്രെയിൻ വുഡ് എക്സ്പാൻഡ്. ഉണ്ടോ, ഔട്ട്വേർഡ് ഇൻ ഫോർഹെഡ് എന്നുള്ള ഇറ്റാലിക്സിലാണ്. തലച്ചോറ് വികസിച്ചിട്ട്, തലയുടെ കണ്ണിൻ്റെ മേൽഭാഗത്ത് തലച്ചോറ് വികസിച്ചിട്ട് നെറ്റിയിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന പോലുള്ളൊരു അനുഭവം എന്നാണ് ചുരുക്കം. പ്രസ്സിംഗ് ഒക്സിപ്യൂട്ട് അമീലർ ബൈ ഈറ്റിംഗ്, തലയുടെ പിൻഭാഗത്ത് കുഞ്ചിയുടെ ഭാഗത്ത് ഞെങ്ങുന്ന പോലെ വേദന. അമീലർ ബൈ ഈറ്റിംഗ്, ആഹാരം കഴിക്കുന്നതുകൊണ്ട് ശമനമുണ്ട്. പ്രസ്സിംഗ് ഇൻ ടെമ്പിൾസ് ആൻഡ് വോർട്ടക്സ്, തലയുടെ ഉച്ചിയിലും വശങ്ങളിലും ചെന്നിയുടെ ഭാഗത്തും അമർത്തുന്ന പോലുള്ള അനുഭവം. സോർനസ് ഇൻ ഒക്സിപ്യൂട്ട്, തള്ള പിൻഭാഗത്ത് ഒരു വല്ലാത്തൊരു നൊമ്പരം. സ്റ്റിച്ചിങ് ഇൻ ദ ഹെഡ്, ഫോർഹെഡ് ഓവർ ഐസ് ഇൻ ഒക്സിപ്യൂട്ട്, സൈഡ്സ് ഓഫ് ദ ഹെഡ്, റൈറ്റ് ഫ്രോണ്ടൽ എമിനൻസ് ആൻഡ് ഇൻ ടെമ്പിൾസ്. അപ്പോൾ കുത്തുന്ന പോലെ, സൂചി കുത്തുന്ന പോലെ വേദന തലയിൽ മൊത്തത്തിലുണ്ട്, നെറ്റിയിലുണ്ട്, കണ്ണിൻ്റെ മേലിൽ, കുഞ്ചിയിൽ, തലയുടെ വശങ്ങളിൽ, നെറ്റി ഫ്രോണ്ടൽ എമിനൻസ്, നെറ്റിയിൽ ആ ഒരു ചില ആളുകളുടെ പ്രൊമിനൻ്റ് ആയിരിക്കും, നെറ്റിയിൽ രണ്ട് വശം മുഴച്ചു നിൽക്കും, ആനയുടെ മസ്തകത്തിലൊക്കെ കാണുന്ന പോലെ. ഇത് ഈ ഒരു ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് നെറ്റിയുടെ ആകൃതിയും മറ്റൊക്കെ വെച്ചുകൊണ്ടൊരു ലക്ഷണശാസ്ത്രമുണ്ട്, ക്രേനിയോളജി എന്ന് പറയും. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ രചനകളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളിൽ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ സ്വന്തം നെറ്റിയുടെ ആകൃതി കൊണ്ടുകൊണ്ട് ഭാവിയിൽ വലിയ ആളായിത്തീരും, ലോകപ്രസിദ്ധനായിത്തീരും എന്നൊക്കെ ആരോ പ്രവചിച്ചു. അതിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ക്രേനിയോളജിയെക്കുറിച്ച് ഞാൻ കേംബ്രിഡ്ജിൽ പഠിക്കുന്ന കാലത്ത് അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ തപ്പിയെടുത്ത് വായിച്ച് പഠിച്ച് അദ്ദേഹം ഒരു ക്രേനിയോളജിസ്റ്റായിട്ട് മാറി. മഹാത്മാഗാന്ധി അടക്കമുള്ള പലരുടെയും ഒക്കെ ഈ നെറ്റി വെച്ചുകൊണ്ടുള്ള ലക്ഷണശാസ്ത്രം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ഈ ഫ്രോണ്ടൽ എമിനൻസ് എന്നുള്ള വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്ന അവിടെയാണ്. ഇവിടെ വലതുവശത്തുള്ള ഈ നെറ്റിമുഴയിലും ഈ കുത്തുന്ന പോലെ വേദനയുണ്ട്. ആൻഡ് ഇൻ ടെമ്പിൾസ് സ്റ്റണ്ണിങ് പെയിൻസ്, ഇങ്ങനെ ഞെട്ടിക്കുന്ന പോലുള്ള തരത്തിലുള്ള വേദന. ടിയറിംഗ് പെയിൻസ് ഇൻ ദ ഹെഡ്, തല വലിച്ചു കീറുന്ന പോലെ വേദന. ഇൻ ഫോർഹെഡ് ബിഫോർ മെൻസസ്, ആർത്തവത്തിന് മുമ്പ് നെറ്റിയുടെ മുൻഭാഗത്ത്. അമീലറേറ്റ് ലൈയിങ് ആൻഡ് ഓൺ അപ്പിയറൻസ് ഓഫ് ദ ഫ്ലോ, കിടക്കുന്നതുകൊണ്ട് ഇതിന് ശമനം ഉണ്ടാകും, ആർത്തവ രക്തസ്രാവം ആരംഭിക്കുമ്പോഴും കുറയും. ടിയറിംഗ് ഒക്സിപ്യൂട്ട് സൈഡ്സ് ഓഫ് ഹെഡ്, ടെമ്പിൾസ് ആൻഡ് വോർട്ടക്സ്. അപ്പോൾ കുഞ്ചിയിൽ, തലയുടെ വശങ്ങളിൽ, ചെന്നിയിൽ, തല ഉച്ചിയിലെല്ലാം വലിച്ചു കീറുന്നുള്ള വേദന. പെർസ്പിറേഷൻ ഓൺ മെൻ്റൽ എക്സേർഷൻ, മാനസിക അധ്വാനം കൊണ്ട് വിയർപ്പ്. അതെവിടെയാണ്? ഓഫ് ദ ഫോർഹെഡ്, നെറ്റിയിലാണ്. കോൾഡ് സ്വെറ്റ്, തണുത്ത വിയർപ്പ്. പൾസേഷൻ ഫോർഹെഡ് ആൻഡ് ടെമ്പിൾസ്,
നെറ്റിയിലും ചെന്നിയിലുമൊക്കെ വിങ്ങുന്ന പോലുള്ള അനുഭവം. ദ ബ്രെയിൻ ഈസ് വെരി സെൻസിറ്റീവ് ജാർ. ചെറിയ ചലനം കൊണ്ട്, ചെറിയ കുലുക്കം കൊണ്ടൊക്കെ തലയിൽ അതിൻ്റെ ഒരു പ്രയാസം അനുഭവപ്പെടും. തലച്ചോറ് അതിനോട് സെൻസിറ്റീവാണ്. ആൻഡ് സൗണ്ട്സ്, ശബ്ദത്തോടും, ശബ്ദം കൊണ്ടും തലച്ചോറിന് സംവേദനക്ഷമതയുണ്ട്. ഷോക്സ് ഫെൽറ്റ് ഇൻ ദ ഹെഡ്. ആഘാതങ്ങൾ തലയിലാണ് അത് അനുഭവിക്കുന്നത്. സോഫനിങ് ഓഫ് ദ ബ്രെയിൻ, തലച്ചോറ് മൃദുവായി തീരുന്നു. കംപ്ലൈൻസ് കം ഓൺ ഫ്രം അൺകവറിങ് ദ ഹെഡ്, തല അനാവരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തല തൊപ്പി മാറ്റുന്നു, അതുകൊണ്ട്. ഇനി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. അനീമിയ ഓഫ് ദ ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവിൻ്റെ അനീമിയ എന്ന് വെച്ചാൽ കാഴ്ചക്കുറവും ആ ഒപ്റ്റിക് ഡിസ്കിൽ ഉണ്ടാകുന്ന വിങ്ങൽ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ അനീമിയ ഓഫ് ഒപ്റ്റിക് നെർവ് അതിൽ വരുന്നത്. ലിഡ്സ് അഗ്ലൂട്ടിനേറ്റഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് മ്യൂക്കസ് അഗ്രവേറ്റഡ് ഇൻ ദ ഈവനിങ്. അപ്പോൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ കൺപോളകൾ, കണ്ണിൽ നിന്ന് മ്യൂക്കസ് വന്നിട്ട് അത് ഉണങ്ങി ഒട്ടിയിരിക്കും. അത് സായാഹ്നത്തിൽ അത് വർദ്ധിക്കും. ഡ്രൈനസ് ആൻഡ് ഡൾനെസ് ഓഫ് ദ ഐസ്, കണ്ണ് വരണ്ടിരിക്കുന്നു, ആകെ മങ്ങിയിരിക്കുന്നു. ഫാളിങ് ഓഫ് ലിഡ്സ്, കൺപോള, മുകളിലെ കൺപോള താഴേക്ക് വീണ്ട് കണ്ണ് ശരിക്കും തുറന്നു വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയ സമയത്ത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തന്നെ ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആളുണ്ടായിരുന്നു. അതൊക്കെ ബസ്സുകൾ കുറവാണ്, അരമണിക്കൂറൊക്കെ കാത്തു നിന്നൊക്കെയാണ് ബസ് വരുന്നത്. അപ്പം അയാൾക്ക് ഇതേപോലെ കൺപോള ഇങ്ങനെ അടഞ്ഞിരിക്കും, തുറന്നു പിടിക്കാൻ വലിയ പാടാണ്. ഞാൻ കുറച്ച് പരിചയമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കെൻറ്റിൻ്റെ റെപ്പർട്ടറി പബ്ലിക് ലൈബ്രറിയിലുണ്ട്, റെഫറൻസിലുണ്ട്. അതിനടുത്ത് നോക്കിയപ്പോൾ കുറേ മരുന്നുകളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നിട്ട് ഒരു ദിവസം എറണാകുളം മാർക്കറ്റിൽ തന്നെ അന്ന് പടിയാർ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന വലിയ പടിയാറുടെ ക്ലിനിക്കുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. കുറച്ച് നീണ്ട ചികിത്സയായിരുന്നു. 2 വർഷത്തോളം മരുന്ന് കഴിച്ചു. മറ്റു പല വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഏതായാലും പിന്നീട് കുറേ കാലം കഴിഞ്ഞാൽ ആളെ കണ്ടത്. പിന്നെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത്. 2 വർഷത്തോളം ചികിത്സ ചെയ്യേണ്ടി വന്നു. മിക്കവാറും ആൾ നന്നായിട്ടൊക്കെ തന്നെ പിടിച്ചു തന്നു, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ കണ്ണ് നല്ല വൃത്തിയായിട്ട് തുറന്ന് സാധാരണ മനുഷ്യരെ പോലെ ഇരിക്കുന്നു. ഇതിൻ്റെ പേരിൽ അയാളുടെ വിവാഹം മുടങ്ങിയിരിക്കുകയായിരുന്നു. 35 വയസ്സൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും. ആ സമയത്താണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്. അത് കൊടുത്തത് കാലിഫോസറെന്ന് അറിഞ്ഞുകൂടാ, പല മരുന്നുകളും ഉണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്റ്റീവ, ഇഞ്ചക്റ്റഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ലാക്രിമേഷൻ. നമ്മുടെ കണ്ണിക്കേട്, ചെങ്കണ്ണെന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട്. കണ്ണിലുള്ള രക്തക്കുഴലുകളൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും, കണ്ണിൽ നിന്ന് വെള്ളം വരും. പാരലിസിസ് ഓഫ് ദ ഒപ്റ്റിക് നെർവ്, നേത്രനാഡിയിൽ തളർച്ച. അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകും. കാഴ്ചക്കുറവ് പോലുള്ള നിരവധി ബുദ്ധിമുട്ടുകളുണ്ടാകും. ഫോട്ടോഫോബിയ, പ്രകാശത്തെ ഭയം. റെഡ്നെസ് ഓഫ് ദ ഐസ്, കണ്ണ് ചുവന്നിരിക്കുന്നു. സ്റ്റെയറിങ്, ഇങ്ങനെ തുളിച്ചു നോക്കുന്ന അവസ്ഥ. റെസ്റ്റ്ലെസ്, അസ്വസ്ഥമാണ്, കണ്ണുകൾ അസ്വസ്ഥമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടച്ചുകൊണ്ടിരിക്കും. എക്സൈറ്റഡ് ലുക്ക്, കണ്ണിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആളാകെ ഭയം ഉത്തേജിതമായിട്ടിരിക്കുന്ന പോലെ തോന്നും. സ്ട്രാബിസ്മസ് ഫോളോയിങ് ബ്രെയിൻ ഡിസീസ്. സ്ട്രാബിസ്മസ് നിങ്ങൾക്കറിയാം, കോങ്കണ്ണ് എന്ന് പറയുന്നൊരവസ്ഥ. 2 കണ്ണും 2 ഡയറക്ഷനിൽ പോകുന്നൊരവസ്ഥ. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങളുണ്ടായ ശേഷം പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണ ഇത് ജന്മനാ വരുന്നതാണ്. പക്ഷേ തലച്ചോറിൻ്റെ പ്രശ്നം, എന്തെങ്കിലും രോഗാവസ്ഥയെ തുടർന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാലിഫോസ് അതിനെ കവർ ചെയ്യും. സങ്കൺ ഐസ്, കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നു. സോളൻ ഇഡിമാറ്റസ് ലിഡ്സ്, കൺപോളകൾ വീർത്ത് വെള്ളം കെട്ടിയിരിക്കുന്നു. സ്റ്റിച്ചിങ് ഓഫ് ഐസ് ആൻഡ് ലിഡ്സ്, കണ്ണിലും കൺപോളകളിലുമൊക്കെ സൂചി കുത്തുന്ന പോലുള്ള വേദന. വീക്ക് ഐസ്, കണ്ണുകൾ പൊതുവെ ക്ഷീണിതമാണ്. പെയിൻ ഐസ് ഓൺ മോഷൻ ഓഫ് ഐസ്, കണ്ണ് ചലിപ്പിക്കുമ്പോൾ കണ്ണിൽ വേദന. ഓൺ റീഡിങ്, വായിക്കുമ്പോൾ വേദന. ഓൺ വേക്കിംഗ്, ഉണർന്നെഴുന്നേക്കുമ്പോൾ വേദന. അഗ്രിവേറ്റഡ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ കണ്ണിൻ്റെ വേദന വർദ്ധിക്കും. ഏക്കിംഗ്, കണ്ണിന് ഒരു നൊമ്പരം, പ്രയാസം. സ്മാർട്ടിങ് ഓഫ് ഐസ് ആൻഡ് മാർജിൻസ് ഓഫ് ലിഡ്സ്, കണ്ണിലും ഈ കൺപോളകളുടെ വക്കിനുമൊക്കെ നീറ്റൽ. ഡ്രോയിങ്, പ്രസ്സിങ്. ദ ബോൾസ് ആർ സോർ ടു ടച്ച്, നേത്രഗോളം സ്പർശിച്ചു കഴിഞ്ഞാൽ നൊമ്പരമുണ്ട്. ഷാർപ്പ് പെയിൻസ് ഫ്രം ഐസ് ടു ടെമ്പിൾസ് ഇൻ ദ മോർണിംഗ്, കണ്ണ് മുതൽ തലയുടെ വശത്തേക്ക്, ചെന്നിയിലേക്ക് നീളുന്ന വല്ലാതെ നല്ല മൂർച്ചയുള്ള, തുളഞ്ഞു കയറുന്ന, കുത്തിക്കയറുന്ന തരത്തിലുള്ള വേദന. സ്റ്റിച്ചിങ്, സ്റ്റിക്സ്, കമ്പുകൾ കൊണ്ട് കണ്ണിൽ കമ്പുകൾ ഉള്ളതുപോലുള്ളൊരു തോന്നൽ. സെൻസേഷൻ ഓഫ് സാൻഡ്, കണ്ണിന് മണ്ണ് പോയാലെന്നുള്ള അനുഭവം. ടിയറിങ് പെയിൻസ്, ആകെ കണ്ണ് വലിച്ചു കയറുന്ന പോലെ വേദന. ബ്ലേർഡ് വിഷൻ,
മങ്ങിയ കാഴ്ച, കളേഴ്സ് ബിഫോർ ദ ഐസ്, ഫ്ലോട്ടിംഗ് ബ്ലാക്ക് സ്പോട്ട്സ്, ഡാർക്ക് കളേഴ്സ് ഹാലോ എറൗണ്ട് ദ ലൈറ്റ്. അപ്പോൾ കണ്ണിൽ പലതരം നിറങ്ങൾ കാണുന്നു, ഇരുണ്ട ബിന്ദുക്കളിങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ തോന്നുന്നു, ഇരുണ്ട നിറങ്ങളുണ്ടാകുന്നു, പ്രകാശത്തിന് ചുറ്റും ഹാലോ ഒരു പ്രകാശ വലയം കാണുന്നു. ഡിം വിഷൻ ആഫ്റ്റർ കൊയ്ഷൻ, ലൈംഗിക പ്രക്രിയയ്ക്ക് ശേഷം കാഴ്ച മങ്ങിപ്പോകുന്നൊരവസ്ഥ, നാഡീ സംബന്ധമായ പ്രശ്നം. കൊയ്ഷൻ എന്നുള്ളത് ഇറ്റാലിക്സിനായിട്ടിരിക്കുന്നത്, അത് പ്രധാനപ്പെട്ട ലക്ഷണം. വിഷൻ ഈസ് ഫോഗി, കാഴ്ച മങ്ങിയ പോലെ. എക്സർഷൻ ഓഫ് വിഷൻ ബ്രിങ്സ് ഓൺ ഐ ട്രബിൾസ് ആൻഡ് ഹെഡ് ഏക്സ്, കാഴ്ച കൊണ്ടുള്ള അധ്വാനം കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, തലവേദന ഉണ്ടാക്കുന്നു. ഈ കാഴ്ചയുടെ എക്സർഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സ്മാർട്ട് ഫോണിൻ്റെ കാലഘട്ടത്തിൽ വളരെ വളരെ അധികമാണ്. എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുന്നൊരവസ്ഥ. ഞാനിപ്പോൾ ഒരു 6-8 ദിവസം ഞാൻ യാത്രയിലായിരുന്നു, ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട്. ഒരു മനുഷ്യനും പുറം കാഴ്ചകളിലേക്ക് നോക്കുന്നില്ലെന്നുള്ളതാണ്. ചുരുങ്ങിയ സമയങ്ങൾ മാത്രം. പ്രായം ചെന്നവരായാലും ശരി, ചെറുപ്പക്കാരായാലും ശരി, കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ഫോൺ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ ഇനി വരാൻ തുടങ്ങും. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് വെറ്ററിനറി മെഡിക്കൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കണ്ണിൻ്റെ സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊക്കെ ശ്രദ്ധാപൂർവം പരിഗണിക്കണം. വളരെ അപരിചിതമായ ലക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരാനിരിക്കുന്നു. വിഷൻ വീക്ക്, കാഴ്ച പൊതുവെ ക്ഷീണിതമാണ്. ഇതേപോലെ കാഴ്ചയുമായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്ന, തലവേദന ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, പ്രായം ചെന്ന സ്ത്രീയാണ്. അപ്പോൾ അവരുമായിട്ട് എനിക്കൊരു അകന്ന ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല വാർദ്ധക്യമായി, എങ്കിൽ പോലും അവരൊന്ന് സഹായിക്കണമെന്ന് കരുതി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി. ബാബുച്ചേട്ടൻ ആ കേസ് എടുത്തില്ല, അല്ലാതെ പ്രായമായിരിക്കുന്ന, വീട്ടിൽ പോകണം. എൻ്റെ സുഹൃത്തിനെ ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കേസെടുത്ത്. അവർക്ക് കാലിഫോസ് തന്നെയായിരുന്നു, പക്ഷേ പൊട്ടൻസി കൊടുത്തില്ല. പൊട്ടൻസി കൊടുക്കാൻ ഒരു പേടി. ബയോകെമിക്ക് തന്നെ ആവർത്തിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ തലവേദനകൾക്ക് കുറവുണ്ടായി. കാഴ്ച കുറേശ്ശെ അവർ കണ്ടു തുടങ്ങി. കുറേശ്ശെ പ്രകാശം മാത്രം നേരത്തെ കാണുന്നുള്ളായിരുന്നു. കുറേശ്ശെ കാഴ്ച കണ്ടു തുടങ്ങി. അവരുടെ മക്കളെ തിരിച്ചറിയാൻ സാധിച്ചു. വല്ലാതെ സന്തോഷം അവർക്കുണ്ടായത്. അങ്ങനെ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഒരു മകൻ പറയുന്നത് അവരുടെ തലയിൽ ട്യൂമറായിരുന്നു, തലച്ചോറിൽ മുഴ. അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവന് അല്ലെങ്കിൽ കാഴ്ചയ്ക്കും കേൾവിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വലിയ കുഴപ്പമുണ്ടാകും. കാരണം ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നത്തെ പോലെ വളരെ പ്രിസൈസായിട്ടുള്ള സർജറി ഒന്നും ഇല്ല. ഇപ്പോൾ പണ്ട് കാലത്ത് അപകടമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സർജറി ചെയ്യാതെ വെച്ചിരുന്നതാണ്. പിന്നെ ഒന്നും ചെയ്തില്ല. അവരൊരു 3-4-5 വർഷം കഴിഞ്ഞ് അവർ മരിച്ചുപോയി. ഞാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുമായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ അവരങ്ങനെ ജീവിച്ചു പോയി. വളരെ സന്തോഷവതിയായിട്ട് തന്നെ അവർ ജീവിച്ചു. കാലിഫോസ് ബയോകെമിക്കലാണ് പോയിക്കൊണ്ടിരുന്നത്. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, തലയുമായിട്ടും കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊക്കെ കാലിഫോസിൽ വളരെ പ്രധാനമാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റു പല ലക്ഷണങ്ങളും തുടർന്നും വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.